നമസ്കാരം. ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മേജർ ലോസസ് അല്ലെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നിവയെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈനർ ലോസസിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വാട്ടർ ഹാമറിങ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ, ടോട്ടൽ എനർജി ലൈൻ, റെനോൾഡ്സ് നമ്പർ തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മൈനർ ലോസസ് എന്തെല്ലാമാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ലോസസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്, ലോസസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, ദെൻ ലോസ് ഓഫ് ഹെഡ് അറ്റ് എക്സിറ്റ്, ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ്, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു പൈപ്പ് ഫിറ്റിങ്സ്, ബെൻഡ്, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഒബ്സ്റ്റക്കിൾസ്, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇത്തരത്തിലുള്ള മൈനർ ലോസസ് ചിലത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയും. ദെൻ മറ്റ് ചിലത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പുകൾ നമുക്ക് നോക്കാം. ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിലേഷനാണ് V2 മൈനസ് V1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. ദെൻ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, അതായത് ഡയമീറ്റർ ലാർജർ ഡയമീറ്ററിൽ നിന്ന് സ്മോളർ ഡയമീറ്റർ ആയി പെട്ടെന്ന് റെഡ്യൂസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് 0.375 V² ഡിവൈഡ് ബൈ 2G ആണെന്നാണ്. പക്ഷെ നമ്മൾ നോർമലി തിയററ്റിക്കൽ കേസിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ 0.5 ഇൻറ്റു V2² ഡിവൈഡ് ബൈ 2G എന്ന മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ loss of head at the entrance in a pipe which is equal to 0.5 into V2² divided by 2G. അതായത് ഒരു പൈപ്പിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് സിമിലർലി പൈപ്പിൻ്റെ എക്സിറ്റിനകത്ത് ഉണ്ടാവുന്ന ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് എ പൈപ്പ് ഈക്വൽ ടു V2² ഡിവൈഡ് ബൈ 2G. ഇവിടെ V1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അറ്റ് സെഷൻ 1 ആൻഡ് V2 ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ അറ്റ് സെഷൻ 2. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ആൻഡ് ടോട്ടൽ എനർജി ലൈൻ. എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ, അതുപോലെ തന്നെ എന്താണ് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോൻ്റെ കേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദ ലോഞ്ചിറ്റ്യൂഡിനൽ വേരിയേഷൻ ഇൻ പിസോമെട്രിക് ഹെഡ്സ് ആൻഡ് ടോട്ടൽ ഹെഡ്സ് അറ്റ് സാലിയൻ പോയിൻറ്റ്സ് ഓഫ് എ പൈപ്പ് ലൈൻ. ഒരു പൈപ്പ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂണിഫോം ക്രോസ് സെക്ഷൻ ആവാം, വേരിയിങ് ക്രോസ് സെക്ഷൻ ആവാം, നോർമൽ ഹൊറിസോണ്ടൽ കണ്ടീഷൻ ആവാം, ഇൻക്ലൈൻഡ് കണ്ടീഷൻ ആവാം. അങ്ങനെ ഏതൊരു കണ്ടീഷനകത്തുള്ള ഒരു പൈപ്പിനകത്തും അതിനകത്ത് ഉണ്ടാവുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേരിയേഷൻ, അതായത് ഹെഡ്സിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ വേരിയേഷനകത്ത് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും അതുപോലെ തന്നെ ടോട്ടൽ എനർജി ലൈനും എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പൈപ്പിലൂടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോട്ടൽ എനർജി ബെർണോളിസ് തിയറത്തിൻ്റെ കേസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഹെഡിൻ്റെയും പ്രഷർ എനർജി ഹെഡിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി ഹെഡിൻ്റെയും സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ Z1 എന്ന് പറയുന്നത് കാണാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, P/ρg അല്ലെങ്കിൽ P/ സ്പെസിഫിക് വെയ്റ്റ്, ദെൻ V² ബൈ 2G. അതായത് പൊട്ടൻഷ്യൽ ഹെഡ്, കൈനറ്റിക് ഹെഡ് ആൻഡ് പ്രഷർ ഹെഡ്, ഈ മൂന്നിൻ്റെയും കൂടി സമ്മായിട്ട് വരുന്നതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഡാഷ്ഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു പൈപ്പിലൂടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് ഫ്ലോൻ്റെ കേസിനകത്ത് എന്തായാലും അതിനകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ലിക്വിഡ് പൈപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ സർഫേസിൽ അല്ലെങ്കിൽ വാളിൻ്റെ മുകളിൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ഒരതി അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് മൂലം തന്നെ ലിക്വിഡിൻ്റെ കൈനറ്റിക് എനർജിയിൽ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്.
സോ അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിനകത്ത് ടോട്ടൽ എനർജി ലൈന് നീളം കൂടുതൽ, അതായത് പൈപ്പിൽ ഫ്ലോ കൂടുന്നതനുസരിച്ച് ഇങ്ങനെ താഴത്തേക്ക് റെഡ്യൂസ് ചെയ്ത് വരാനുള്ള കാരണം. ഓക്കെ, ആദ്യം ഇവിടെ ലോസ് കുറവായിരുന്നു, ദെൻ ആ ലോസ് അങ്ങനെ കൂടി വന്നു. സോ ഒരു പൈപ്പ് ഫ്ലോനകത്ത് എപ്പോഴും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഗ്രാജുവലി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെ കേസിനകത്ത് 2 എക്സ്ട്രീം പോയിൻറ്റ്സുകൾ നോക്കാം. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സിനകത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ 1 എന്ന് പറയുന്ന ഈ ഭാഗവും സെക്ഷൻ 2 എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് കൺസിഡർ ചെയ്യാം. ഇവിടെ Z1 ദെൻ ρ1/W V1² ഡിവൈഡ് ബൈ 2G. ഓപ്പോസിറ്റ് സൈഡിലാകുമ്പോൾ സെക്ഷൻ 2-ൽ V2² ρ2/W ആൻഡ് Z2. ഓക്കെ, 2 സാലിയൻ പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഈ പൈപ്പ് ലൈനിൻ്റെ ഓരോ റീജിയനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പീസോമീറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സ്പെസിഫിക് പോയിന്റിലെയും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം പോയിൻറ്റ്സ് നോക്കിയിട്ടുള്ളത്. ദെൻ ഇങ്ങനെ ഓരോ സ്പെസിഫിക് ഹെഡുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പീസോമെട്രിക് ഹെഡുകളും നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ദ ലൈൻ ജോയിനിങ് പീസോമെട്രിക് ലെവൽ അറ്റ് വേരിയസ് പോയിന്റ്, നമുക്കറിയാം ഓരോ വേരിയസ് പോയിന്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഹെഡ് പോയിന്റ് കിട്ടി, ഇവിടെ ഒരു ഹെഡ് പോയിന്റ് കിട്ടി, ഇവിടെ ഒരു ഹെഡ് പോയിന്റ് കിട്ടി. അങ്ങനെ ഓരോ ഹെഡ് പോയിന്റിനകത്തും ഉള്ള ലൈൻസുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് if a line joining piezometric levels at various point, the line so obtained is called hydraulic gradient line. അതുപോലെ തന്നെ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഹെഡ്, പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ ഓരോ സാലിയൻ പോയിന്റിനകത്തുള്ള ടോട്ടൽ എനർജിയും, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ Z1 അതുപോലെ പൊട്ടൻഷ്യൽ ഹെഡ്, പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ്, അത് ഇവിടെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആകുമ്പോൾ കുറച്ച് ഇവിടേക്ക് മാറി, നെക്സ്റ്റ് പോയിന്റ് ആകുമ്പോൾ ഇവിടെ, നെക്സ്റ്റ് പോയിന്റ് ആകുമ്പോൾ ഇവിടെ, ഗ്രാജുവലി അങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുന്നു. അങ്ങനെ ഓരോ സാലിയൻ പോയിന്റ്സിലെയും ടോട്ടൽ ഹെഡിൽ കിട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനിനെയാണ് നമ്മൾ, ആ ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലിയറായി. അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ദ സം ഓഫ് potential head and pressure head at any point is called piezometric head if the line joining piezometric level at various point, hence the line obtained is called hydraulic gradient line. Similarly, the line joining total heads at various points is called total energy line. അപ്പോൾ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറയാൻ പറ്റും. ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫ്ലോ ഡയറക്ഷനിൽ കുറഞ്ഞ് നമ്മൾ ഇനീഷ്യലി ഫ്രിക്ഷൻ ലോസ് കുറവായിരിക്കും. ദെൻ പൈപ്പിലൂടെ പോകുന്തോറും എന്ത് ചെയ്യും, ഫ്രിക്ഷൻ ലോസ് കൂടി വരും. അതുകൊണ്ട് ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫ്ലോ ഡയറക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ റിഡക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക. ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ മേ റൈസ് ഓർ ഫാൾ ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രഷർ ചേഞ്ച്. പൈപ്പിലൂടെ ഉണ്ടാവുന്ന പ്രഷറിൻ്റെ വേരിയേഷൻ അനുസരിച്ച്, ആ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൻ്റെ റൈസും അതുപോലെ തന്നെ ഫാളും സംഭവിക്കാം. ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഈസ് ആൾവേസ് ബിലോ ടോട്ടൽ എനർജി ലൈൻ. നമുക്കറിയാവുന്ന പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്, മറ്റേത് ടോട്ടൽ ഹെഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മറ്റൊരു നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റെ കേസിനകത്ത് പ്രഷർ ഹെഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻ യൂണിഫോം ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ്, സ്ലോപ്പ് ഓഫ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ടോട്ടൽ എനർജി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആണെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും ടോട്ടൽ എനർജി ലൈൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനിൻ്റെ കേസിനകത്തും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ വാട്ടർ ഹാമർ ഇൻ പൈപ്പ്. എന്താണ് വാട്ടർ ഹാമർ അല്ലെങ്കിൽ ഹാമർ ബ്ലോ എന്ന് പറയുന്നത്? നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ കേസിനകത്ത് നമുക്കറിയാം
ഇടുക്കി ഡാമൊക്കെ കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ റിസർവോയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നും എവിടെയാണോ നമ്മൾ ടർബൈൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പവർ സ്റ്റേഷനിലേക്ക് ലാർജ് ഡയമീറ്ററുള്ള പൈപ്പിലൂടെയാണ് വാട്ടർ കടന്നു വരുന്നത്. ഇങ്ങനെ ലാർജ് ഡയമീറ്ററുള്ള പൈപ്പിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഈ പെൻസ്റ്റോക്കിലൂടെ ഇത്രയും ഹൈ ഹെഡിൽ നിന്ന് വാട്ടർ താഴത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹൈ പൊട്ടൻഷ്യൽ എനർജി ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഹെവി കൈനറ്റിക് എനർജിയിലായിരിക്കും പെൻസ്റ്റോക്ക് വഴി ലിക്വിഡ് പാർട്ടിക്കിൾസ് വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്ന വാട്ടർ ഫ്ലോനെ നമ്മൾ സഡൻ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൈനറ്റിക് എനർജി മൊത്തമായി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും. അല്ല, നമ്മൾ ഹൈ സ്പീഡിൽ ഒരാൾ ഓടി വരുന്ന സമയത്ത് അയാൾ സഡനായിട്ട് അയാൾ ഒരു മതിൽമ പോയി അടിച്ചെന്ന് സംഭവിക്കും. അയാളുടെ കൈനറ്റിക് എനർജി മൊത്തം എന്തായിട്ട് ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുന്നതിന് നമുക്ക് നോക്കിയാൽ മതി. നല്ല സ്പീഡിലൊരു വണ്ടി വന്നിട്ട് ഒരു മരത്തിന് മുകളിൽ പോയി ഇടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കൈനറ്റിക് എനർജി മൊത്തം ആ മരത്തിൻ്റെ മുകളിൽ ഒരു പ്രഷറായിട്ട് ആക്ട് ചെയ്ത് മൊത്തം ഒരു കൊളാപ്സ് അല്ലെങ്കിൽ ഒരു തകർച്ച തന്നെ അവിടെ ഉണ്ടാവും. ഒരു അല്ലേ, സിമിലർലി പൈപ്പിൻ്റെ കേസിനകത്തും ഉണ്ടാകുന്നത് അത് തന്നെയാണ്. പൈപ്പിലൂടെ ഹൈ കൈനറ്റിക് എനർജിയിൽ ഈ ലിക്വിഡ് പാർട്ടിക്കിൾ വരുമ്പോൾ അത് നമ്മൾ സഡൻ ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഹൈ കൈനറ്റിക് എനർജി മൊത്തമായി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയും ആ പ്രഷർ എനർജി ഈ പൈപ്പിൻ്റെ വാളിലും സർഫേസിലൊക്കെ ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ഹാമറിങ് ആക്ഷൻ ഉണ്ടാവും. ഇത്തരം ഹാമറിങ് ആക്ഷൻ കാരണം പൈപ്പുകൾ പൊട്ടിപ്പോവാനും ക്രാക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ ഹാമർ അല്ലെങ്കിൽ ഹാമർ ബ്ലോ എന്ന് പറയുന്നത്. Water flowing through a long pipeline brought to rest by sudden closing the wall provided on the pipeline. It will cause sudden rise in pressure due to the momentum of water being destroyed. This sudden rise in pressure has been affect a hammering action on the wall of the pipe, and this phenomenon is known as or this called water hammer or water blow. Hammer blow. അപ്പോൾ ഇത് ഉണ്ടാവുന്ന ഈ ഒരു ഹാമർ ബ്ലോഡ് അല്ലെങ്കിൽ വാട്ടർ ഹാമറിങ്ങിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദ സ്പീഡ് അറ്റ് വിച്ച് ദ വാൾവ് ക്ലോസ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ വാൾവ് ക്ലോസ് ചെയ്യുന്നത്. മെല്ലെ പതുക്കെയാണ് ക്ലോസ് ചെയ്യുന്നത് സംഭവിക്കും ആ ഫ്ലോയുടെ വെലോസിറ്റി ഗ്രാജുവലി അങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരികയാണ് ചെയ്യുക. ദെൻ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ പൈപ്പ്. ആ പൈപ്പിലൂടെ വരുന്ന വാട്ടറിൻ്റെ വെലോസിറ്റി എത്രത്തോളമുണ്ട്. ദെൻ ദ ലെങ്ത് ഓഫ് ദ പൈപ്പ്. പൈപ്പിൻ്റെ ലെങ്ത് കൂടുന്തോറും അതിനുണ്ടാവുന്ന എനർജി ഇൻക്രീസ് ചെയ്യും. ദെൻ ദ എലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പൈപ്പ്. ബ്രിട്ടിൽ മെറ്റീരിയൽ ആകുമ്പോൾ സഡനായിട്ട് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. അതല്ല കുറച്ചൊരു ഡക്റ്റൈലായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഇലാസ്റ്റിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു കുറേയൊക്കെ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ ആ മെറ്റീരിയലിന് സാധിക്കും. ഇതാണ് വാട്ടർ ഹാമറിങ് എന്ന് പറയുന്ന ഫിനോമിന. ദെൻ ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ലാമിനാർ ഫ്ലോ, അതുപോലെ തന്നെ എന്താണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പാർട്ടിക്കിൾസ് ലെയർ ആയിട്ട് ഒരു സ്ട്രീം ലൈൻ മൂവ്മെൻ്റ് ആണെങ്കിൽ അത്തരം ഫ്ലോസിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഒരു ലെയർ ഓഫ് പാർട്ടിക്കിൾസിന് മുകളിലൂടെ അടുത്ത ഒരു ലെയർ ഓഫ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ദെൻ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡർ ഇല്ലാതെ റാൻഡംനെസ്സിൽ ഉണ്ടാകുന്ന ഫ്ലോയിലാണ് നമ്മൾ എന്താ പറയുക? ടർബുലൻറ്റ് ഫ്ലോ. ദിസ് ഫ്ലോ ക്യാരക്ടറൈസ്ഡ് ബൈ ദ റാൻഡം ഓർ അൺപ്രഡിക്റ്റബിൾ zigzag motion of the fluid particle which result eddies formation which are responsible for high energy loss. അതായത് കുറേ എഡീസ് ഫോം ചെയ്യും. അതായത് കുറേ ചുഴികൾ പോലുള്ള ഒക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഫ്ലോനകത്ത് ഫോം. അപ്പോൾ നമുക്ക് കുറേ എനർജി ലോസ്, ഫ്ലൂയിഡ് ഫ്ലോനകത്ത് ഉണ്ടാകുന്ന എനർജി ലോസിന് ഈ എഡീസ് കാരണമാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ലാമിനാർ ഫ്ലോ നമുക്ക് റെനോൾഡ്സ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി മെൻഷൻ ചെയ്യാറുള്ളത്. റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു ടർബുലൻസി ലാമിനാർ ഫ്ലോയുടെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷനൽ അല്ലെങ്കിൽ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു നമ്പറാണ് റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. നോർമലി റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2300 ആണെങ്കിൽ അത്തരം ഫ്ലോസിനെ നമ്മൾ ലാമിനാർ ഫ്ലോ എന്നാണ് പറയുന്നത്. ഇഫ് ദ റെനോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000, 4000-നേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം ഫ്ലൂയിഡ് ഫ്ലോനെ നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്നും പറയും.
സോ ഇൻ ബിറ്റ്വീൻ 2300 ടു 4000 ആ ഒരു റീജിയൻ നമ്മൾ ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയും. അതായത് ആ ഒരു റീജിയനിൽ വെച്ചിട്ടാണ് ലാമിനാർ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു സ്പെസിഫിക് റീജിയനെയാണ് നമ്മൾ ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ആ ഒരു വെലോസിറ്റി, അതായത് ലാമിനാർ ഫ്ലോ ടർബുലന്റ് ഫ്ലോ ആയി മാറുമ്പോൾ ഉണ്ടാവുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലന്റ്. സോ ആ വെലോസിറ്റി നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയും. ദെൻ റെനോൾഡ്സ് നമ്പർ. റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ്. ഇനേർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഇതൊരു ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. റെനോൾഡ്സ് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ Rn ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ്, ആൻഡ് ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, മ്യൂ ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.